ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം രാജസ്ഥാനിലെ ഫലോദി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം രാജസ്ഥാനിലെ ഫലോദി. വിസ്തീർണ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമത്. വിസ്തീർണ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ഉള്ള പ്രദേശമേത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ഉള്ള പ്രദേശമേത്? ആസാം മേഖല. ലോകത്തിൻ്റെ കരവിസ്തീർണത്തിൽ എത്ര ശതമാനം ആണ് ഇന്ത്യ? 2.4%. ലോകത്തിൻ്റെ കരവിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം ഏത്? ജമ്മു കാശ്മീരിലെ ദ്രാസ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം ജമ്മു കാശ്മീരിലെ ദ്രാസ് ആണ്. ഇന്ത്യയിലെ ഭൗമമേഖലകൾ എത്ര? 6. ഇന്ത്യയിലെ ഭൗമമേഖലകൾ എത്ര? 6. ഇന്ത്യയിലെ ഉപഭൗമ മേഖലകൾ എത്ര? 22. ഇന്ത്യയിലെ ഉപഭൗമ മേഖലകൾ 22 എണ്ണമാണ്. ഇന്ത്യയിലെ പർവ്വതനിരകൾ എത്ര? 7. ഇന്ത്യയിലെ പർവ്വതനിരകൾ 7 എണ്ണമാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത് ഡുറാൻഡ് രേഖ. ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത് ഡുറാൻഡ് രേഖ. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഉള്ള അതിർത്തി മക്മഹോൻ രേഖ. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഉള്ള അതിർത്തി മക്മഹോൻ രേഖ. ഇന്ത്യ പാക് അതിർത്തി റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാക് അതിർത്തി റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 17. ഇന്ത്യയിൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 17. ഇന്ത്യയിൽ കടൽത്തീരം ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഇന്ത്യയിൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം കുട്ടനാട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതവ്യൂഹം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതവ്യൂഹം ഹിമാലയം. ഇന്ത്യയുടെ എത്ര ശതമാനം പ്രദേശം ഹിമാലയം കൈയടക്കിയിരിക്കുന്നു?
16.2%. ഇന്ത്യയുടെ എത്ര ശതമാനമാണ് ഹിമാലയം കൈയടക്കിയിരിക്കുന്നത്? 16.2%. ധ്രുവ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിമപാളികൾ സിയാച്ചിൻ. ധ്രുവ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിമപാളികൾ സിയാച്ചിൻ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി ഏത്? സിയാച്ചിൻ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി ഏത്? സിയാച്ചിൻ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആന്ധ്രയിലെ അർമ്മക്കൊണ്ട. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആന്ധ്രയിലെ അർമ്മക്കൊണ്ട. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പർവ്വതനിര ഏത്? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പർവ്വതനിര ഏത്? പശ്ചിമഘട്ടം. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ഗംഗോത്രി ഗ്ലേഷ്യർ. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ഗംഗോത്രി ഗ്ലേഷ്യർ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 പ്രധാന നദികൾ ഏതെല്ലാം? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 പ്രധാന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവയാണ്. നഗരവാസികളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഡൽഹി. നഗരവാസികളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭമാണ്. അശോക സ്തംഭത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കുതിര, കാള, സിംഹം. അശോക സ്തംഭത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള മൃഗങ്ങൾ ആന, കുതിര, കാള, സിംഹം. അശോക സ്തംഭത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള വാക്യം ഏത്? സത്യമേവ ജയതേ. അശോക സ്തംഭത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള വാക്യം സത്യമേവ ജയതേ. ദേശീയ ചിഹ്നമായി അശോക സ്തംഭം അംഗീകരിക്കപ്പെട്ടത് എന്ന്? ദേശീയ ചിഹ്നമായി അശോക സ്തംഭം അംഗീകരിക്കപ്പെട്ടത് എന്ന്? 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമനയുടെ രചയിതാവ് രവീന്ദ്രനാഥ് ടാഗോർ. ജനഗണമനയുടെ രചയിതാവ് രവീന്ദ്രനാഥ് ടാഗോർ. ജനഗണമന ടാഗോർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ബംഗാളി. ജനഗണമന ടാഗോർ ഏത് ഭാഷയിലാണ് എഴുതിയത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് ആവശ്യമായ സമയം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് ആവശ്യമായ സമയം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് ഇംഗ്ലീഷ് തർജിമ തയ്യാറാക്കിയത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് ഇംഗ്ലീഷ് തർജിമ തയ്യാറാക്കിയത് രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗാനത്തിന് ഈണം നൽകിയത് ആര്? ദേശീയ ഗാനത്തിന് ഈണം നൽകിയത് ആര്? ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ. ജനഗണമനയിൽ പരാമർശിക്കുന്ന പാകിസ്ഥാനിലെ പ്രദേശം സിന്ധ്. ജനഗണമനയിൽ പരാമർശിക്കുന്ന പാകിസ്ഥാനിലെ പ്രദേശം സിന്ധ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ആര്?
ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. പൊതുവേദിയിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചതാര്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് പൊതുവേദിയിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആര്? അരവിന്ദ് ഘോഷ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആര്? അരവിന്ദ് ഘോഷ്. വന്ദേ മാതരം പാടാൻ പൊതുവായി ഉപയോഗിക്കുന്ന രാഗം ദേശ്. വന്ദേ മാതരം പാടാൻ പൊതുവായി ഉപയോഗിക്കുന്ന രാഗം ദേശ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി റിവർ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി റിവർ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി റിവർ ഡോൾഫിനെ തിരഞ്ഞെടുത്ത വർഷം 2009. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി റിവർ ഡോൾഫിനെ തിരഞ്ഞെടുത്ത വർഷം 2009. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി പരമവീര ചക്രം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി പരമവീര ചക്രം. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? 2008. 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. കടുവയെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം 1972. കടുവയെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം 1972. 1972 മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. 1972 മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. ഇന്ത്യൻ ദേശീയ പതാകയിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ എത്ര? 4. ഇന്ത്യൻ ദേശീയ പതാകയിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ 4. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത്. ദേശീയ പതാകയിലെ സത്യത്തിൻ്റെ നിറം വെള്ള. ദേശീയ പതാകയിലെ സത്യത്തിൻ്റെ നിറം വെള്ള. മണ്ണ്, സസ്യജാലങ്ങൾ എന്നിവയോട് ബന്ധപ്പെട്ട് ദേശീയ പതാകയിലെ നിറം പച്ച. മണ്ണ്, സസ്യജാലങ്ങൾ എന്നിവയോട് ബന്ധപ്പെട്ട് ദേശീയ പതാകയിലെ നിറം പച്ച. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ത്യാഗത്തിൻ്റെയും നിസ്സംഗതയുടെയും പ്രതീകമായ നിറം കുങ്കുമം. ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ത്യാഗത്തിൻ്റെയും നിസ്സംഗതയുടെയും പ്രതീകമായ നിറം കുങ്കുമം. ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറം നാവികനീല. ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറം
നാവികനീല. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യൻ കരസേനാ ദിനം എന്നാണ്? ജനുവരി 15. ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേനാ ദിനം എന്നാണ്? ഒക്ടോബർ 8. ഇന്ത്യൻ വ്യോമസേനാ ദിനം ഒക്ടോബർ 8. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ ജനറൽ KM കരിയപ്പ. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ ജനറൽ KM കരിയപ്പ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ്. ബ്രിട്ടീഷ് സൈനിക ബഹുമതി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ദർലാൽ റോയ്. ബ്രിട്ടീഷ് സൈനിക ബഹുമതി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ദർലാൽ റോയ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ന്യൂക്ലിയർ അന്തർവാഹിനി INS ചക്ര. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ന്യൂക്ലിയർ അന്തർവാഹിനി INS ചക്ര. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി INS ഷെൽക്കി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി INS ഷെൽക്കി. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സലിം അലി ദേശീയ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീനഗർ. സലിം അലി ദേശീയ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീനഗർ. ശ്രീനഗറിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ശ്രീനഗറിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കശ്മീർ പ്രദേശം ലഡാക്ക്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കശ്മീർ പ്രദേശം ലഡാക്ക്. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നഗരം സിംല. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നഗരം സിംല. 5 നദികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. 5 നദികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ സിഖ് ഭൂരിപക്ഷം ഉള്ള ഒരേ ഒരു സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബ് ആണ് ഇന്ത്യയിൽ സിഖ് ഭൂരിപക്ഷമുള്ള ഒരേ ഒരു സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഏതാണ്? ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ കണിങ്ഹാം. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണിങ്ഹാം. ലോഹയുഗത്തിൽ വടക്കേ ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ലോഹമേത്? ചെമ്പ്. ലോഹയുഗത്തിൽ വടക്കേ ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ലോഹം ചെമ്പ്. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന സ്ഥലമായ ഹാരപ്പ കണ്ടെത്തിയത് ആര്? ദയറാം സാനി. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന സ്ഥലമായ ഹാരപ്പ കണ്ടെത്തിയത് ദയറാം സാനി. മോഹൻജോദാരോ കണ്ടെത്തിയത് ആര്? RD ബാനർജി.
മോഹൻജോദാരോ കണ്ടെത്തിയത് RD ബാനർജി. ഇന്ത്യയിൽ ആദ്യമായി ആര്യന്മാർ താമസമാക്കിയത് എവിടെ? പഞ്ചാബ്. പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി ആര്യന്മാർ താമസമാക്കിയത്. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനകളെക്കുറിച്ചും പരിപാലന രീതികളെക്കുറിച്ചും വിവരിക്കുന്ന പ്രാചീന ഗ്രന്ഥമേത്? ഹസ്ത്യായുർവേദം. ആനകളെക്കുറിച്ചും പരിപാലന രീതികളെക്കുറിച്ചും വിവരിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഹസ്ത്യായുർവേദം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ? കോടനാട്, കോന്നി. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ കോടനാട്, കോന്നി. കരിമീനിൻ്റെ ഇംഗ്ലീഷ് നാമം എന്ത്? ഗ്രീൻ ക്രോമൈഡ്. കരിമീനിൻ്റെ ഇംഗ്ലീഷ് നാമം ഗ്രീൻ ക്രോമൈഡ്. ലക്ഷഗംഗ, ഗംഗ, അനന്തഗംഗ, കേരശ്രീ, കേരഗംഗ എന്നിവ എന്തിൻ്റെ സങ്കര ഇനങ്ങളാണ്? തെങ്ങ്. ലക്ഷഗംഗ, അനന്തഗംഗ, കേരഗംഗ എന്നിവ എന്തിൻ്റെ സങ്കര ഇനങ്ങളാണ്? തെങ്ങ്. മണ്ടരി, മഹാളി, കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങൾക്ക് ബാധിക്കുന്നത് എന്തിനെയാണ്? തെങ്ങ്. തെങ്ങിനെയാണ് മണ്ടരി, മഹാളി, കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കുന്നത്. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം? പത്തനംതിട്ടയിലെ ഗവി മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം പത്തനംതിട്ട ജില്ലയിലെ ഗവി മ്യൂസിയം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ എത്ര ഭൂവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? 4. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 4 ഭൂവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മലമ്പാത ഏത്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മലമ്പാത പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ശിവഗിരി മലയിൽ നിന്നും. പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ശിവഗിരി മലയിൽ നിന്നും. ആലുവ പുഴ എന്നറിയപ്പെടുന്നത്? പെരിയാർ. ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. പെരിയാറിൻ്റെ തീരത്തുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ. പെരിയാറിൻ്റെ തീരത്തുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത്? ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി? അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ? കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്?
പെരിയാർ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ പതിക്കുന്നത് ഏത് കായലിൽ? കൊടുങ്ങല്ലൂർ കായലിൽ. ചാലക്കുടി പുഴ പതിക്കുന്നത് ഏത് കായലിൽ? കൊടുങ്ങല്ലൂർ കായലിൽ. വേളി കായൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലാണ് വേളി കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ള ജില്ല ഏത്? ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ള ജില്ല. വനവിസ്തൃതിയിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ഏത്? വയനാട്. വനവിസ്തൃതിയിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ തേക്കടി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ തേക്കടി. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തേക്കടി. തേക്കടിയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് ഏത്? പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ഏത്? തുണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തുണക്കടവ്. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം പാർക്കിന് ദേശീയ ഉദ്യാനമായി ഉയർത്തിയത് ഏത് വർഷം? 1978. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി ഉയർത്തിയത് 1978-ലാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിൽ. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെൻറ്റ് അംഗം ആനി മസ്ക്രീൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെൻറ്റ് അംഗം ആനി മസ്ക്രീൻ. കേന്ദ്ര ക്യാബിനറ്റിലെ ആദ്യ മലയാളി ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായിയാണ് കേന്ദ്ര ക്യാബിനറ്റിലെ ആദ്യ മലയാളി. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ.